അല്ല, ഒരു പ്രക്ഷോഭവും ഇല്ലാതെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ ആ സ്ഥാനം രാജിവെച്ച് പോകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പങ്ക് ഇതിനകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ധാർമ്മികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ അദ്ദേഹത്തിന് അവിടെ തുടരാനുള്ള യാതൊരു അർഹതയില്ല, യോഗ്യതയുമില്ല. അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് രാജിവെച്ച് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം രാജിവെച്ച് പോകുന്നതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ഇതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടുപിടിക്കും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ കെടുകാര്യസ്ഥത കൊണ്ട് അവശത അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അത് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ വിഷയം പ്രതിപക്ഷ പാർട്ടികളുടെ അനൈക്യമായതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാനായിട്ട് ഒരു യോഗം ചേരേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ അവർക്ക് കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കാമായിരുന്നു. അതിന് വേണ്ടിയിട്ട് യോഗം ചേരുകയും അവിടെ ചായയും അണ്ടിപ്പരിപ്പും കഴിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനപ്പുറത്ത് എന്താണ് ഒരു തീരുമാനം ഉണ്ടായത്? ഇനി 2 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു യോഗം ചേരാൻ തീരുമാനിച്ചു. അതിനപ്പുറത്ത് വേറെ എന്തുണ്ടായത്? ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇവിടെ ജോസ് കെ മാണി അടക്കമുള്ള ആളുകളൊക്കെ ഇതിൽ ഗംഭീരമായിട്ട് പങ്കെടുക്കും. അതുമൊക്കെ നന്നായി. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഐക്യം എന്ന് പറയുന്നത് എത്ര അകലെയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയും. ഇപ്പോൾ മമതാ ബാനർജിയും സോണിയാഗാന്ധിയും തമ്മിൽ ആലിംഗനം ചെയ്ത രംഗങ്ങൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ ചങ്ങമ്പുഴയുടെ വാഴക്കൊലയാണ്. എന്താണ്? ഇലപോയി തൊലിപോയി മുരടിച്ചൊരു ഇലവിനെ വലയം ചെയ്ത് അലയുന്ന ലതകൾ പോലെ എന്ന് പറഞ്ഞു. ഇവിടെ ലതകൾ രണ്ടുപേരും ഏതാണ്ട് ഇലപോയി തൊലിപോയ അവസ്ഥയിലെത്തിയ ആളുകളാണ്. ഒരാൾ രാഷ്ട്രീയമായിട്ടും ഒരാൾ ശാരീരികമായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാഴ്ച എത്ര ദയനീയമാണ്. ഈ പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥിരമായിട്ട് ബെഹ്റാംപൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചുകൊണ്ടിരുന്ന ആളാണ് അധിർ രഞ്ജൻ ചൗധരി. കഴിഞ്ഞ കാലാവധി കഴിഞ്ഞ ലോക്സഭയിൽ അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറും തദ്വാര പ്രതിപക്ഷ നേതാവും. ആ മനുഷ്യനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മമതാ ബാനർജി ബെഹ്റാംപൂരിൽ എന്താണ് യൂസഫ് പത്താൻ എന്ന് പറഞ്ഞ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ ഗുജറാത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തു എന്നാണ്. എന്നിട്ട് ഇൻറ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്ത് അധിർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അധിർ രഞ്ജൻ ചൗധരിയെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മയിലായിരുന്നു. ഈ ഫാസിസത്തെ സാമ്രാജ്യത്വത്തെയും BJP ഒക്കെ ചെറുക്കുന്നതിനേക്കാൾ പ്രധാനം. അങ്ങനെ അത്യധ്വാനം ചെയ്ത് അധിർ രഞ്ജൻ ചൗധരിയെ തോൽപ്പിച്ചു എന്ന് കരുതി കൃതാർത്ഥയായ മമതാ ബാനർജിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? സോണിയാഗാന്ധിയെ ആലിംഗനം ചെയ്ത്. ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അവരുടെ കർമ്മം എന്താണ്? അവരിപ്പോൾ എന്താണ് പിന്തുടരുന്നത്? ഇത് തന്നെ ഇപ്പോൾ ഞാൻ TV യിൽ അല്പം മുമ്പ് കണ്ടു. ഇവർ കാളിക്കട്ടിൽ എന്താണ് ദർശനത്തിന് പോകും. ആരും ബൈറ്റ് ചെയ്യുന്നില്ല. ഒരു പട്ടി കുറുക്കം പോലും മമതാ ബാനർജിയെ ബൈറ്റ് ചെയ്യില്ല. അവർ ക്യൂ നിന്ന് സാധാരണ ഭക്തന്മാരെ പോലെ അവിടെ പോയി കൈ തൊടും. അത് കണ്ട് കാളി ദേവി അവിടെ നിന്ന് പരിഹസിച്ച് പുച്ഛിച്ച് ചിരിക്കുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. മമതാ ബാനർജിക്ക് ഇന്നിപ്പോൾ കൽക്കട്ടയിൽ പട്ടിയുടെ വില പോലുമില്ല. പട്ടികളെ ഞാൻ മോശപ്പെടുത്തി പറയല്ലോ, അതിനേക്കാൾ ധൈര്യമാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവരുടെ പാർട്ടിയിലുള്ള ആളുകളൊക്കെ പിരിഞ്ഞു പോയി. അവരുടെ കുഴപ്പം കൊണ്ടല്ല, സത്യം പറഞ്ഞാൽ അവരുടെ അനന്തരവൻ ഒരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹമാണ് പാർട്ടിയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പണം വാങ്ങിയിരുന്നത് പുള്ളിയാണ്. അപ്പോൾ ജനങ്ങൾ മൊത്തമായിട്ട് വെറുത്തു. ജനങ്ങളുടെ വെറുപ്പ് മറികടക്കാനായിട്ട് ഇവരെന്താ ചെയ്തു വെച്ചാൽ, ഞാൻ ഈ ക്രിസ്മസിൻ്റെ അവധിക്ക് കൽക്കട്ടയിലും ബംഗാളിലെ പല സ്ഥലങ്ങളിലും പോയതാണ്. എല്ലാ സ്ഥലത്തും ഇവരുടെ നിരവധി ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. കൽക്കട്ടയിൽ എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും ഈ കുമാരി മമതാ ബാനർജിയുടെ ചിത്രങ്ങൾ, പുഞ്ചിരി തൂക്കുന്ന ചിത്രം, അവരുടെ ക്രുദ്ധയായ ചിത്രമുള്ള നമ്മുടെ മനസ്സിലുള്ള, അങ്ങനെയല്ല, പുഞ്ചിരി തൂക്കുന്ന, കണ്ണട വെച്ച് പുഞ്ചിരി തൂക്കുന്ന ദീദിയുടെ ചിത്രങ്ങൾ ഒന്നറമിട്ട പോസ്റ്റുകളിൽ അത് ഈ ചെറുപ്പക്കാരൻ്റെ പടമുണ്ടാകും അനന്തരമായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ജനങ്ങൾ വെറുത്തു. എന്തായാലും ഒരു പണി കൊടുക്കാൻ വിചാരിച്ചു. ഇവിടെ രാജേഷ് രാമേന്ദ്രൻ പറഞ്ഞു മുസ്ലിം വോട്ടിൻ്റെ പുറകെ പോയി. അവിടെ സംഭവിച്ച വേറൊരു സംഭവം കൂടി ഉണ്ടെന്നറിയാമോ? ഈ ദായാടി മുതൽ തമ്പൂരി വരെയുള്ളവരുടെ ഐക്യം വെള്ളാപ്പള്ളി പ്രാവശ്യം പറയുന്നത് ബംഗാളിലാണ് പ്രാവർത്തികമായത്. അവിടെ പട്ടിക സമുദായക്കാരായ നവോശൂദ്രർ മുതൽക്ക് ബ്രാഹ്മണരും കായസ്ഥരും വരെയുള്ള മൊത്തം ഹിന്ദുക്കൾ സംഘടിച്ചിട്ട് മമതാ ബാനർജിക്കെതിരായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെയാണ് തോറ്റുപോയി. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അത് ആസാമിലും ഉണ്ടായിരുന്നു, ബംഗാളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ള വേറെ ചോദ്യമാണ്. ഇതൊക്കെ വേറെ പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പ്രീണന നയം, കെടുകാര്യസ്ഥത, അഴിമതി, സ്ത്രീകൾക്കെതിരായ അക്രമം, സന്ദേശ് കാലിയിലും മറ്റുമൊക്കെ എന്താണ് ചെയ്തത് ഈ ഗുണ്ടകൾ, തൃണമൂലിൻ്റെ ഗുണ്ടകൾ. അപ്പോൾ അതിനോടൊക്കെയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ്. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ അനുഭവപ്പെടുന്നതായ അതേ രീതിയിൽ അതിനേക്കാൾ കൂടുതലായിട്ട് മമതാ ബാനർജി ബംഗാളിൽ അൺപോപ്പുലറായി. അങ്ങനെ അൺപോപ്പുലറായ നേതാവിന് ഡൽഹി പോയിട്ട് സോണിയാഗാന്ധിയെ ആലിംഗനം ചെയ്തുകൊണ്ട് വല്ല മാറ്റം ഉണ്ടാകാൻ പോകുന്നു? സോണിയാഗാന്ധി ആലിംഗനം ചെയ്യലല്ല, ജനങ്ങളിൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കലാണ് പ്രധാനം. അതുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാരെ അവർ വെറുത്തത്. സ്വന്തം MLA വിട്ടുപോയത് അതുകൊണ്ടാണ്, സ്വന്തം MP വിട്ടുപോയത് അതുകൊണ്ടാണ്. പിന്നെ വന്നിട്ട് പോയിട്ട് കുറച്ച് ബുദ്ധിജീവികളുണ്ട്. ഞാനിപ്പോൾ അവരുടെ പേര് പറഞ്ഞില്ല. നമ്മുടെ കേരളത്തിൽ ഈ പുരോഗമന കലാസാഹിത്യ സംഘം പോലെ കുറച്ച് കലാസാഹിത്യ സംഘക്കാർ മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ വിട്ടുപോയിട്ടില്ല. കാരണം അവർക്ക് പോകാനൊരു സ്ഥലമില്ല. അതുകൊണ്ടാണ് അവർക്കൊക്കെ പാർലമെൻറ്റ് അംഗങ്ങളായിട്ട് ഈ ലോക്സഭയുടെ കാലാവധി കഴിയുന്നവരെ കഴിച്ചുകൂട്ടാം. അതിപ്പോൾ പിന്നെ പെൻഷൻ പഠിച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കും. അത്രേ ഉള്ളൂ.
അവർ പോയിട്ടില്ല. ബാക്കി എല്ലാവരും പോയി. പാർട്ടി മൊത്തമായിട്ട് പോയി, സംഘടന മൊത്തമായിട്ട് പോയി, സംസ്ഥാനം കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ കാളികട്ടിൽ പോയിട്ട് ഇനി അവിടെ പോയി ഭജന ഇരിക്കാം, അല്ലാതെ കണ്ട് തിരിച്ചു വരാൻ മാത്രം എളുപ്പമൊന്നുമില്ല. കാരണം ജനങ്ങൾ അത്രയും വെറുത്തു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഭൂമിക്ക് ഭാരമായി തീർന്ന കുറേ നേതാക്കന്മാരുടെ ഒരു കറക്ക് കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ. അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥ നോക്കും, അതേ ഡൽഹിയിൽ നിന്ന് മാന്യമായിട്ട് തോറ്റു. സ്റ്റാലിൻ്റെ അവസ്ഥ നോക്കും, പുള്ളി വീടിരിക്കുന്ന പഠനത്തിൽ മത്സരിച്ച് അദ്ദേഹം തോറ്റു. കരുണാനിധി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റില്ല, അറിയാമോ? പക്ഷേ സ്റ്റാലിൻ തോറ്റു. അതെന്താണ്? കരുണാനിധി അല്ല, സ്റ്റാലിൻ. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ, ഈ പാർട്ടി മിക്കവാറും പാർട്ടികളിലെയും നേതാക്കന്മാർ. അതുകൊണ്ടാണ് ഇത് ക്ലച്ച് പിടിക്കാത്തത്. നമ്മൾ വലിയ സിദ്ധാന്തമൊക്കെ പറയാം. അപ്പോൾ ഒരു വിശ്വാസ്യതയുള്ള നേതൃത്വം ഉണ്ടായേ പറ്റും. അതില്ലാതെ കണ്ട് ഈ വക ചപ്പടാച്ചികളൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോൾ ജോസ് കെ മാണി പറഞ്ഞിട്ടു, നമ്മൾ ഉടനെ തന്നെ 2 മാസം കൂടുമ്പോൾ യോഗം ചേരും, അടുത്ത യോഗം ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നു, അത് ചായയുടെ കൂടെ ഇന്നിൻ്റെ സാധനങ്ങളായിരിക്കും നമുക്ക് വിളമ്പുക. അതൊക്കെ നല്ല കാര്യമാണ്. ഈ നേതാക്കന്മാരൊക്കെ തടി പുഷ്ടിപ്പെടും. അതല്ലാതെ കണ്ട് ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ വൃഥാ വ്യായാമമാണ്. പിന്നെ നമുക്ക് വൈകുന്നേരം നേരം ഇതുപോലെ ചർച്ചയ്ക്ക് ഒരവസരം കിട്ടും. അതിനപ്പുറത്ത് എന്താ വിശേഷമുള്ളൂ? വൈകുന്നേരം 8 മണിക്ക് ഏഷ്യാനെറ്റിൽ നടന്ന ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. അതിനപ്പുറത്ത് ഇന്ത്യ സഖ്യത്തൊക്കെ പറഞ്ഞ് വെറും കോപാളിത്തരമാണ്. ഈ UPA ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരിക്കൽ UPA ശക്തിപ്പെട്ട് അവർക്ക് ഏതാണ്ട് ഒരു 200-250 സീറ്റ് കിട്ടുമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് മറ്റ് ഘടകകക്ഷികൾ കുറച്ച് കഴിയുമ്പോൾ ഒരു BSP ആണെങ്കിലും SP ആണെങ്കിലും മറ്റ് പ്രാദേശിക പാർട്ടികൾ ജാർഖണ്ഡ് മുക്തി മോർച്ചയൊക്കെ ആണെങ്കിലും കൂടെ വരും. അതില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ലാത്തവർ മറ്റവൻ്റെ തോളത്ത് കൈയിട്ട് എത്ര നാൾ മുന്നോട്ട് പോകും? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ കോൺഗ്രസ് ശക്തമാണെങ്കിൽ ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ സപ്പോർട്ട് കൂടും. അതില്ലാത്തടത്തോളം കാലം അവരും ഇവരെ തടയും. ഇത്രേ കാര്യമുള്ളൂ. ഇത് മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ രാമേന്ദ്രൻ ഗുഹ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അത് പരിഹരിച്ചില്ലെങ്കിൽ ഇത് ഒരു സ്ഥലത്തും എത്തുകയില്ല. ഇത് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ ആലുവക്കടുത്തുള്ള സ്ഥലമാണ് പെരുമ്പാവൂർക്കാരനായ ശ്രീ TH മുസ്തഫയാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ വാക്കിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഏഷ്യാനെറ്റിൻ്റെ ആൽബത്തിൽ അവരുടെ ആർക്കൈവിൽ അതുണ്ടാകും. അത് ഈ ആളുകളൊന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആശയം ഇത് കാണുന്നത് കോൺഗ്രസ്സുകാരടക്കം എല്ലാവർക്കും